ഇതാ ചപ്പാത്തി അടുപ്പത്തിട്ടിരിക്കുകയാണേ. ചപ്പാത്തി നല്ല മറ്റേ സൈഡ് നമുക്ക് മറിച്ചിടാം. നല്ല ബബിൾസ് വരും കണ്ടോ, ഒരു കൊമളയായിട്ട് വരണ കണ്ട. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. കണ്ടോ കണ്ടോ. ഞാൻ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കൈ കൊണ്ട് പിടിക്കാൻ. വലിയ അടിച്ചേ വരുള്ളൂ ട്രൈപോഡ്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ഷമിക്കണേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കണതിന്. ശനിയാഴ്ചയോടെ ഞാൻ നന്നായിട്ടിടാം. ഇതിപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ അടുത്തൊരെണ്ണം കൂടി ഇടാം. അടുത്തൊരെണ്ണം കൂടി ഇട്ട് ഇതിൻ്റെ കറി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിയാണ് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ള കളറിൽ വെക്കുന്നതല്ല, മസാല കറി അതാണ് വെക്കുന്നത്. എൻ്റെ ഇവിടെ ഭയങ്കര മഴ വരാൻ പോകണം. ഭയങ്കര മഴ പെയ്തു തുടങ്ങി. ഞാനെങ്കിൽ 2 കുഷ്യനെടുത്ത് കഴുകാനും ഇട്ട്. ഇന്നലത്തെയൊക്കെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും വെയിലുണ്ടാവുന്നു. അതിന് ബബിൾസ് വരുന്നുണ്ടോ? ഇങ്ങനെ കൈ ഞെക്കി കൊടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ കിടന്ന് ഞാൻ പിന്നെ ഇതൊരു ശീലമായിപ്പോയി ഇങ്ങനെ ഞെക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോണതാണ്. രണ്ടു മൂന്നും കൂടി ചുട്ടാൽ മതി. ഞാൻ എണ്ണയില്ലാത്ത ചപ്പാത്തിയാണ് ചുടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴക്കാൻ നേരത്തും എണ്ണ ഇടൂല. എണ്ണ എന്ന് പറഞ്ഞ സാധനം ഞാൻ അതിനകത്ത് തൊട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുടുമ്പത്തിന് ഇത്തിരി ഉണക്ക ചപ്പാത്തി പോലെ ഇരിക്കും, പക്ഷേ അത് നല്ല സോഫ്റ്റായിരിക്കും സംഭവം. ഇത് ഞാനെടുത്ത് കാണിച്ചു തരാം കേട്ടോ. എവിടെ കാണാനില്ലേ? ഇതേ കണ്ട ചപ്പാത്തി, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഉണ്ടോ. ഇതേ വിടർത്തിയും കാണിച്ചു തരാം. ഞാൻ ഇപ്പം അത്രയും ഇതായതല്ലേ, ആ കൈ കൊണ്ട് ഞെക്കി പൊട്ടിച്ചതല്ലേ. എന്നിട്ട് കണ്ടിരിക്കണ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. എണ്ണ ഇട്ടില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പണ്ടൊക്കെ എൻ്റെ കാര്യം എണ്ണ കോരി ഒഴിക്കണം എന്നാലേ ചപ്പാത്തി ശരിയാവുള്ളൂ എന്നായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റായ ധാരണകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഇത് മറിച്ചിട്ട് അപ്പോൾ ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ നേരത്ത് കാണിക്കാം. എനിക്ക് ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ചപ്പാത്തിയുടെ ചപ്പാത്തി പൊള്ളുന്നതുണ്ടോ സൈഡ്, മറ്റേ സൈഡ് പൊങ്ങുന്ന കാണിച്ചു തരാം. അടുത്ത് വെച്ച് കാണിക്കുകയാണ് ഇപ്പോൾ. ഇത് എൻ്റെ ഫോൺ ചൂടാവുന്നു, എന്നാലും ഒന്ന് കാണിക്കാൻ നോക്കണത് കണ്ടോ. അതെ ശരിക്കും കണ്ടോ, കണ്ടോ ഈ സൈഡൊക്കെ ഉണ്ടോ പൊള്ളി വരുന്നത്, കയ്യും പൊള്ളി. ഒന്നും കൂടി മറിച്ചിടാം. കഴിഞ്ഞു. അതിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊന്ന് നോക്കിയെടുക്കട്ടെ. ഉപ്പ് കറക്കണം. ഇതൊന്ന് എല്ലായിടത്തേക്കും ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. ചപ്പാത്തിയുടെ ഉരുളക്കിഴങ്ങിൻ്റെ പണി കഴിഞ്ഞ് ഇവിടെ മധുരം കഴിക്കാൻ പാടില്ലാത്ത ആണ് എനിക്ക്. എങ്കിലും ഞാനിങ്ങനെ കുറച്ചൊക്കെ കഴിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ മൈദ, അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് മൈദ, 1/4 ഗ്ലാസ് റവ. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയാണ് ഇനി വേണ്ടത്. എന്താ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പെടുക്കണം. ഉപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഉപ്പ്, ഏലക്കാപ്പൊടി, ഇനി കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടണം. ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്, 1 നുള്ള്. അതായത് ഇതേ കണ്ടു, കൂടി പോകരുത് കേട്ടോ, 1 നുള്ള്. ഇനി ഒരു ചെറുപഴം
ഒരു പഴം ഞാൻ അടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കണത്. അപ്പോൾ ഈ ബാക്കിയുള്ള ശർക്കരയൊക്കെ കൂട്ടാൻ നേരത്ത് കാണിക്കാം കേട്ടോ. ഉണ്ണിയപ്പത്തിനുള്ള ഇത് എന്താ പറയുക, എള്ള്, കുറച്ച് എള്ള് വേണം. കുറച്ച് എള്ള്, പിന്നെ കുറച്ച് തേങ്ങ കൊത്താണ് സാധാരണ എല്ലാവരും ഇടുന്നത്. ഞാനിപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ട് വേണം. അപ്പോൾ ഇവിടെ ചിരണ്ടി തേങ്ങിയിരിപ്പുണ്ട്. ഞാനിപ്പോൾ അത് കുറച്ചിടുകയാണ്. ഇത് മതി. എന്നിട്ട് അതൊന്ന് നല്ല ചുമക്കുന്ന ഒരു നെയ്ക്കകത്താണ് ഇത് ചെയ്യേണ്ടത്. നെയ്ക്കകത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് ചുമന്ന കളറാവട്ടെ. ഞാൻ ഈ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ശർക്കര നീര് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല തിളച്ചത് തന്നെയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കറക്റ്റാണോ നോക്കിയിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്. ഏകദേശം ഞാനപ്പോൾ ഒന്ന് ഇളക്കട്ടെ. ഇളക്കി നോക്കിയിട്ട് വെള്ളം പോരെങ്കിൽ വെള്ളം ചേർക്കണം. ശർക്കര നീരൊഴിച്ച് മാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 10-25 മിനിറ്റ് വരെ അത് ഇരിക്കട്ടെ ഒന്ന് പൊങ്ങാനായിട്ട്. ഈ ശർക്കരപ്പാനി നമ്മൾ ഒഴിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച ശർക്കരപ്പാനി തന്നെയാണ് ഇതിനകത്തൊക്കെ ഒഴിക്കുന്നത്. ഒഴിക്കലും ഇളക്കലും ഒപ്പം വരുന്നത്. എനിക്ക് 2 കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഒഴിച്ച് ചെയ്തത്. പിന്നെ എള്ളും തേങ്ങയും വറുത്തത്, നെയ്ക്കകത്ത് വറുത്തത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഉച്ചക്കത്തേക്കുള്ള മീൻ കറി കുറച്ചിരിപ്പുണ്ട്. അമരപ്പയർ തോരൻ വെക്കണം. അതുകൂടാണ്ട് പപ്പടം വറുത്ത് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പണി കഴിയും. ചോറടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഓരോന്നേരം ഞാൻ ചെയ്യുന്നതനുസരിച്ച് കാണിക്കാം കേട്ടോ. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവണേ. രാവിലെ കുഴച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ ഉണ്ണിയപ്പം. അപ്പോൾ അതാ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൈ കൊണ്ട് ചെയ്യണതുകൊണ്ടാണ് ഈ കപ്പിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. സ്പൂൺ വെച്ചാണ് സാധാരണ കോരി ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ എത്രത്തോളം സക്സസ് ആകുമോ ദൈവത്തിന് മാത്രം അറിയാം. കുഴപ്പമില്ലെന്ന് തോന്നണം കണ്ടിട്ട്. എന്തെങ്കിലും ആവട്ടെ, നോക്കാം ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. 1 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് മൈദപ്പൊടി, 1/4 ഗ്ലാസ് നമ്മളുടെ റവ, പിന്നെ തേങ്ങക്കൊത്താണ് സാധാരണ എല്ലാവരും നെയ്ക്കകത്ത് വറുത്തിടണം. എനിക്ക് ചിരണ്ടാനുള്ള മടി കൊണ്ട് തേങ്ങ പൊട്ടിച്ചിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചിരണ്ടി തേങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചിരണ്ടി തേങ്ങയും എള്ളും കൂടെ നെയ്ക്കകത്ത് വറുത്ത് അതിനകത്ത് ചേർത്ത്, പിന്നെ ശർക്കര നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അരിച്ചൊഴിക്കണം ഇതിനകത്തേക്ക്. 1 കൈ കൊണ്ട് ഒഴിക്കുക, 1 കൈ കൊണ്ട് ഇളക്കുക. അങ്ങനെ ശരിക്കും വേണ്ട. ഞാനിതിപ്പോൾ 1 കൈ കൊണ്ട് മൊബൈൽ പിടിക്കണം, 1 കൈ കൊണ്ട് ഇളക്കണം, ഒഴിക്കണം. അപ്പോൾ എല്ലാം കൂടി കുറേശ്ശെ ഇട്ടാണ് ഞാനത് കാരണം ചെയ്തത്. പിന്നെ ഇതൊഴിക്കണം എന്താണെന്നറിയാമോ, നമ്മളുടെ ഏലക്കാപ്പൊടി ഒഴിക്കണം. ഒരു നുള്ള് ഉപ്പിടണം കേട്ടോ. എന്താണെന്നറിയാമോ, ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ടാണ്, മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ്. പിന്നെ വേറെ പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നമ്മൾ കുറച്ച് നേരം ഇത് പൊങ്ങാൻ വെക്കുക. പഴം അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചെറുപഴം അടിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് മറന്നു പോകും പറയാനായിട്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ട് കാണിക്കാവേ. കണ്ട, ഈ നോൺ സ്റ്റിക്കിനകത്തായതുകൊണ്ട് ശരിക്കും മറിഞ്ഞ് വരും, തനിയെ മറിഞ്ഞ് വരും ഇത് ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഗോവ ചെന്നപ്പോഴത്തേക്കും അമ്മൂന് ഉണ്ണിയപ്പം കഴിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ണിയപ്പച്ചട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആദ്യമേ ചീനച്ചട്ടിക്കകത്ത് ഓരോന്നേ ഒഴിച്ച് കുഴിയുള്ള ചീനച്ചട്ടിയില്ലേ അതിനകത്തിട്ട്. പക്ഷെ നന്നായിരുന്നു കേട്ടോ അത്. പിന്നെ അവൾ അപ്പം തന്നെ ഓർഡർ കൊടുത്തു നമ്മുടെ ഇൻഡസ് വാലിയിൽ. 1600 രൂപയാണെന്ന് തോന്നുന്നു അതിൻ്റെ വില. അത് 800 രൂപയ്ക്ക് കിട്ടി. അതിന് പിന്നെ ഡെയിലി ഉണ്ണിയപ്പം ഉണ്ടാക്കലായിരുന്നു അവിടെ. ഇന്നലെ തനിയെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് വന്നാൽ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഉണ്ണിയപ്പം ഉണ്ടാക്കി. അധികമൊന്നുമില്ല, അത് കുറച്ച് മാവുള്ളി ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. ഇതിനകത്ത് 9 എണ്ണം 18 ഒരു 10-30 എണ്ണം ഉണ്ടാക്കാനുള്ളതേ കാണുള്ളൂ. എന്താണെങ്കിലും ആവട്ടെ, ആവുമ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഇത് തല തിരിച്ചാണോ പിടിച്ചേക്കണം ദൈവത്തിന് മാത്രം അറിയാം.
ആയിട്ടില്ല, ഉണ്ണിയപ്പം ആയിട്ടില്ല. അങ്ങനെ ഒരുതരം ശർക്കര, വെള്ള ശർക്കര ആയതുകൊണ്ട് എത്രത്തോളം ഇത് കളർ വരുന്നുള്ള അറിയാൻ പാടില്ല കേട്ടോ. ശർക്കര വെള്ള ശർക്കര, കറുത്ത ശർക്കര കിട്ടുന്നില്ലെന്ന് തോന്നിപ്പോൾ. മറ്റേ തോരൻ കറി അത് റെഡി ആയിട്ടുണ്ടേ, കാണിച്ചു തരാം. അതൊക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കൂല കേട്ടോ ഇതിനകത്ത്, വെള്ളം ഒഴിക്കാതെല്ലാം ചെയ്യുന്നത്. ഇപ്പുറത്തോടെ രണ്ടാമത്തെ സെറ്റ് ഉണ്ണിയപ്പം മറിച്ചിടാറായിട്ടുണ്ടത്. ഇത് സ്വല്പം മൂത്ത് കൂടി. അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നതാണ് പറ്റിയത്. മറിച്ചിട്ടോട്ടെ കേട്ടോ. അത് മറിച്ചിട്ട് ഇനി അത് വെന്തോട്ടെ. മിണ്ടരുത്. ഇതാ ഉണ്ണിയപ്പം ഞാനൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരട്ടെ. എന്താ നല്ല ആരാരി പോലെ ഇരിക്കണം കേട്ടോ ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണത്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പം കിട്ടും. നമ്മുടെ പണ്ടത്തെ നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം അല്ല ഇത്. അത് നമ്മൾ തലേ ദിവസം തന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് അരച്ച് ഇട്ടിയല്ലേ ഉണ്ടാക്കുന്നത്. കുറേ